ഗായ്സ് ഞങ്ങൾ ഫസ്റ്റ് കൊപ്പാരൻ്റെ പരിപാടി. ഗായ്സ് ഈ വീഡിയോയിൽ സൗണ്ട് ഇല്ല, കാരണം ഞാൻ സൗണ്ട് ഓഫാക്കി. കാറ്റുകൊണ്ടൊന്നും പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം കിട്ടിയൊരു പ്രോഗ്രാമാണ്, കുറേ നടന്നതിന് ശേഷം. അപ്പം ആദ്യം ഉണ്ടായൊരു ഇൻസിഡൻറ്റിൽ തന്നെ തുടങ്ങും. ഞങ്ങൾ ചുരം കയറിയ സമയത്ത് അതിൻ്റെ വാക്യങ്ങൾ കണ്ടോ. ഞങ്ങൾ അന്നേ ദിവസം 3 പോലീസുകാർ പിടിച്ചിട്ടോ, 3 വട്ടം. പിന്നെ ഞങ്ങൾ ഈ അംഗനവാടി പിള്ളേരാണ് വിചാരിച്ച് ചെയ്യുന്നതാണ്. ഇവർ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ സെറ്റായതായിരുന്നു. ഞങ്ങൾ അംഗനവാടിക്കുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബോച്ചെ 1000 ഏക്കറിലേക്കുള്ള പാതയിലെത്തി. എന്ത് രസമാണെന്ന് അറിയാം ഇതൊക്കെ കാണാൻ. ഞാനിങ്ങനെ യാത്ര ചെയ്യാനൊക്കെ വേണ്ടിയിട്ടോ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോരോ പരിപാടിയൊക്കെ പിടിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരോ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോകാൻ. അങ്ങനെ ഞങ്ങൾ ബോച്ചെ 1000 ഏക്കറിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാം. അങ്ങനെ കുറേ ആൾക്കാർ കുളിക്കുന്നതുണ്ട്. എത്തി മേനകാ ഗാന്ധി. ഈ ഗേറ്റ് കടന്ന് അങ്ങോട്ട് ചെല്ലുന്നത് ബോച്ചെ 1000 ഏക്കറിൻ്റെ ഇതാ ബോർഡ്. ബോച്ചെ 1000 ഏക്കർ. ചുരങ്ങൾ കയറി പോകുന്നു. ഇത് ബോച്ചെ 1000 ഏക്കറിലെ ടെൻറ്റ് സ്റ്റേ കേട്ടോ. ഞങ്ങൾ രാത്രി ഇവിടെ കിടക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടെൻറ്റ് സ്റ്റേയിലൊക്കെ പോയി കിടക്കാനൊക്കെ പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസിലെ ചേട്ടന്മാർ പറഞ്ഞു ബോച്ചേനെ വരയ്ക്കാൻ. അപ്പോൾ അവിടുത്തെ ചുമരുമ്പോൾ തന്നെ വരച്ചിട്ടു. ആൻഡ് ദെൻ ഞങ്ങൾ ഒരു മഡ് ഹൗസിലേക്ക് പോയി അവിടെ മുകളിൽ. പിന്നെ ഫസ്റ്റ് നജ്റാൻ്റെ പാട്ടും പിന്നെ കുറച്ച് ഗെയിംസും. ഷെയ്നെയാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചു കൊടുക്കുന്നത് ആള്. അവിടെ കാണുന്നില്ലല്ലോ. ഇത് വിനോദേട്ടൻ ആൻഡ് സന്ധ്യച്ചി ഹൗസ് ഫാമിങ്ങിൻ്റെ ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ കുറേ അധികം സ്ട്രേഞ്ചേഴ്സ് ഒരുമിച്ച് പോയതായ ഒരു വീട്ടിൽ പോയ സമയത്ത് ഇവർ നല്ലപോലെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം ഞങ്ങളൊരു സർപ്രൈസ് ആയിട്ട് ഇവർക്ക് വരച്ചു. അപ്പം ഇവരെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ചേച്ചിനോട് പറഞ്ഞു. ചേച്ചി എല്ലാവരും കൊണ്ടേ കാണിച്ചെടുത്തു. ഞങ്ങൾ ആ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് ഇവരെ വീട്ടിലേക്ക് പോയത്. അതിന് ബിഗ് താങ്ക്സ് ടു ഞങ്ങളെ ട്രാവലിംഗ് ബ്രോ, ഞങ്ങളെ ഇൻഫ്ലുവൻസർ. ഇനി മേല സന്ധ്യ ചേച്ചി ബോർഡ് അടിക്കില്ല. സന്ധ്യ ചേച്ചി ഇനി മേല ബോർഡ് അടിക്കില്ല. താങ്ക് യു ചേച്ചി. ഇതാണ് ആർട്ടിസ്റ്റ്. ഓക്കെ സദ്യ ചേപ്പിയല്ലേ? ഞാൻ പിന്നെ കുറേ പാട്ടും ഇത് ആശ്രിതത പാടുന്ന അവിടെ വർക്കിന് വരുന്ന ചേട്ടന്മാർ, പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പിന്നെ കുറേ പാട്ടും കുത്തൊക്കെ കഴിഞ്ഞു കിടന്നുറങ്ങി. രാവിലെ ടെൻറ്റിൽ നിന്ന് എണീക്കുന്ന സീനറിയാണ് മോനെ. ഞാൻ എത്രയോ ആഗ്രഹിച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇത്, ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തു. 1 2 3 ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടത്. അങ്ങനെ ഓട്ടി പോവാം. വേറെ ആരുമില്ല ഞങ്ങളൂടെ. എൻ്റെ പേര് പറയും, ഇങ്ങോട്ട് ഇതിലേക്ക് നോക്കി പറയും. ഓക്കെ ബൈ. അങ്ങോട്ട് വാ. കയ്യൊന്നും മുതിക്കാൻ കാര്യമില്ല. അതെങ്ങനെയുണ്ട്?
ഇവര് ഡോലു പോലും എന്നൊക്കെയാട്ടോ ഞങ്ങള് ആ ക്യാമ്പിൽ മൊത്തം പറഞ്ഞിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി പറഞ്ഞാല് കുറെ വർഷമായിട്ടുള്ള ഫ്രണ്ട്സാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി 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 അന്നത്തെ ഞങ്ങളെ ദിവസം വൈബാക്കി തന്ന ഇവര് രണ്ടാളും കൂടെ. അനക്കെന്താ പറയാനുള്ളത്? നന്നായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുമായിട്ടൊരു എന്റെ പിക്ചർ വരപ്പിക്കുന്നത്. നന്നായിട്ടുണ്ട്, അടിപൊളി. ഓക്കെ അതെങ്ങനെയുണ്ട്? ഈ വരച്ചോ, ഈ പിടിച്ചൊന്ന് ഫോട്ടോ എടുത്തിട്ട് വരച്ചോ. ഓക്കെ, ഇവിടുത്തെ ഇത് കഴിയും. ഇതിപ്പോ കഴിയും. ഇതിപ്പോ അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് വരുള്ളൂ. കൊണ്ടേക്കോ. ഇല്ലടാ അതിലില്ല. ആ വരച്ച സാധനം സൈൻ ചെയ്യാൻ തരാം. നിങ്ങൾ അതിന്റെ റിയാക്ഷൻ എടുത്താ? നിങ്ങൾ അതിന്റെ റിയാക്ഷൻ എടുത്ത? ആ എന്നാ പോയിക്കോ. പോകാം. എടാ മെല്ലറക്കടാ. എടാ ശരി മെല്ലറക്കടാ. ശരി ശരി. അങ്ങനെ കുറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ ബോച്ചെ 1000 ഏക്കറിൽ നിന്നും ഇറങ്ങി വയനാട് ചുരം ഇറങ്ങി വീട്ടിലെത്തി.